Hi students, welcome to class Aura. നമ്മൾ continuity and differentiability type 6 level 1 നകത്ത് type 6 പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈപ്പാണ് ഇതിനകത്ത് വരുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഇതാണ് f of x equal to 5 if 0 less than x less than 1 and ax plus b 1 less than x less than or equal to 2 and 7 if x greater than 2. The function is continuous. The function continues at x equal to 1 and x equal to 2. x1 നകത്തും x2 നകത്തും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് എ ആൻഡ് ബി. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് എ ആൻഡ് ബി കണ്ടുപിടിക്കണം. ഒരു ഫംഗ്ഷൻ ഏതിനകത്താണ് എക്സ് ഈക്വൽ ടു 1 എക്സ് ഈക്വൽ ടു 2 കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ എയുടെ വാല്യൂവും കണ്ടുപിടിക്കണം, ബിയുടെ വാല്യൂവും കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഈ ടൈപ്പിനകത്ത് എന്താ പറഞ്ഞത്? ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്തെഴുതണം? ഫംഗ്ഷൻ ആദ്യത്തെ നമ്പർ ഏതാ? 1 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് വളരെ നിർബന്ധമാണ്. ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു 1 ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അതുകൊണ്ട് therefore നമുക്ക് എന്തെഴുതാം? എഫ് ഓഫ് 1 പ്ലസ് ഈക്വൽ ടു എഫ് ഓഫ് 1 മൈനസ് ഈക്വൽ ടു എഫ് ഓഫ് 1. ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് വളരെ നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുന്ന നേരത്തെ ആദ്യം എന്തെഴുതണം? ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു ആദ്യത്തെ നമ്പർ എടുത്തു 1. അപ്പോൾ നമുക്ക് എന്തെഴുതാം? എഫ് ഓഫ് 1 പ്ലസ് ഈക്വൽ ടു എഫ് ഓഫ് 1 മൈനസ് ഈക്വൽ ടു എഫ് ഓഫ് 1. ഇത് ആദ്യം എഴുതുക. നമ്മൾ ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ലെഫ്റ്റും റൈറ്റും ഒക്കെ എഴുതണം. നമ്മൾ ആദ്യമേ 1 എടുക്കാം. 1 ഈ ക്വസ്റ്റിനിൽ തന്നെ എഴുതിയാൽ മതി എക്സ് ലെസ് ദാൻ 1. ഇത് ലെഫ്റ്റാണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ റൈറ്റ് ആൻഡ് ഈക്വൽ. അപ്പോൾ നമുക്ക് 2 ഫംഗ്ഷൻ കിട്ടി. ആ ഫംഗ്ഷനെ വേണമെങ്കിൽ നമുക്കൊന്നും എടുത്ത് എഴുതാം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 5 if 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1 ആൻഡ് എ എക്സ് പ്ലസ് ബി if 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. നമ്മൾ എക്സ് 0 നോക്കേണ്ട ആവശ്യമില്ല, 0യിലേക്ക് നോക്കുക ചെയ്യേണ്ട. അപ്പോൾ നമ്മളിവിടെ ലെഫ്റ്റ് എഴുതി, ഇവിടെ റൈറ്റ് ആൻഡ് ഈക്വൽ വരുന്നു. റൈറ്റ് ആൻഡ് ഈക്വലായി. അപ്പോൾ നമ്മൾ ഇക്വാളിറ്റി അതങ്ങ് എഴുതി ചേർത്തു. ഇനി നമുക്ക് എഴുതണം ലെഫ്റ്റ് എടുത്തു. ലെഫ്റ്റ് ഇവിടെയുള്ള ഒരെണ്ണം ഉള്ളത് നിർബന്ധമായും കണ്ടുപിടിക്കണം. ലെഫ്റ്റ് എടുത്തു. അപ്പോൾ എഫ് ഓഫ് എ മൈനസ്, കാരണം ഇത് ലെഫ്റ്റിൻ്റെ ഫോർമുലയാണ്. എന്താ ഫോർമുല നമ്മൾ പഠിച്ച? ലിമിറ്റ് എക്സ് ടെൻ ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ എടുത്തെഴുതി. ആ ക്വസ്റ്റിനകത്ത് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ഈക്വൽ ആണോ എന്ന് അറിയാലപ്പെടുത്തി. അപ്പോൾ ഇതെന്താണ്? ലെഫ്റ്റാണ്. ആ ലെഫ്റ്റിൻ്റെ ഫോർമുല കൊടുത്തു. എഫ് ഓഫ് എ മൈനസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻ ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. ഇവിടെ നമ്മൾ എയുടെ സ്ഥാനത്ത് ഏതാ നമ്പർ എടുക്കണം? 1. അപ്പോൾ നമ്മൾ ഇവിടെ 1 കൊടുത്തു. 1 മൈനസ് അതിന് നേരെ കിടക്കുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ചുമ്മാ എഴുതിയാൽ മതി. അവിടെ വേറെ ഒരു വാല്യൂവും കൊടുക്കണ്ട. ഫോർമുല എഴുതുക. നമ്പർ എക്ക് 1 കൊടുക്കുക. ദെൻ 5 ആദ്യത്തെ വാല്യൂ ആയി. ഇനി നമ്മൾ എന്താണ് ഇതെടുത്തു, രണ്ടാമത്തെ എടുത്തു. ഇവിടെ എന്താണ്? റൈറ്റും ഈക്വലും ഉണ്ട്. നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുന്ന നേരത്ത് 2 നമ്പർ ഉണ്ടെങ്കിൽ നമുക്കിഷ്ടമുള്ള ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി. ഇക്വാളിറ്റി പ്രൂവ് ചെയ്യാൻ പറയും പോലെ, നമ്മൾ കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്യാൻ പറയും പോലെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ 2 എണ്ണം ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കുക. ഏതാണ്? റൈറ്റ് വേണോ ലെഫ്റ്റ് വേണോ ഇക്വാളിറ്റി വേണോ? നമുക്ക് റൈറ്റ് എടുക്കാം. റൈറ്റിൻ്റെ ഫോർമുല എന്നാ? എഫ് ഓഫ് എ പ്ലസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻ ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എ പ്ലസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻ ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്. ഇവിടെ ഏതാണ്? റൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ റൈറ്റിൻ്റെ ഫോർമുല കൊടുത്തു. അപ്പോൾ ഈ റൈറ്റിനകത്ത് എയുടെ സ്ഥാനത്ത് ഏത് നമ്പറാണ് വന്നേക്കണേ? 1 ആണ് അല്ലേ? റൈറ്റോ ഈക്വലോ ചെയ്താൽ മതി. അതിനകത്ത് നമ്മളെടുത്ത് റൈറ്റ്. ആ റൈറ്റിൻ്റെ സ്ഥാനത്ത് ഏത് നമ്പറാണ് വന്നേക്കണം? 1. അപ്പോൾ ഈ എയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് വരും? എഫ് ഓഫ് 1 പ്ലസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻ ടു 1 പ്ലസ് അതിന് കറസ്പോണ്ടിങ് കിടക്കുന്ന വാല്യൂ ഏതാ? എ എസ് പ്ലസ് ബി. ആ എ എസ് പ്ലസ് ബി അങ്ങനെ തന്നെ എഴുതി. ഇനി ഈ എക്സിന് ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. അപ്പോൾ എ ഇൻറ്റു 1 പ്ലസ് ബി ആയി. നമ്മുടെ ആൻസർ എ പ്ലസ് ബി ആയി. ഇനി നമ്മൾ എന്താ എഴുതി വെച്ചിട്ടുണ്ട്? ഇതെല്ലാം ഈക്വലാന്ന് എഴുതി വെച്ചേക്കുക. അത് therefore 2 കുത്തു കൊടുക്കുക. ഏതാണ്?
എ പ്ലസ് ബി ഈക്വൽ ടു ഏത് കൊടുക്കണം 5 എ പ്ലസ് ബി ഈക്വൽ ടു 5 ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് ഈ കിട്ടിയ ഇക്വേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളെപ്പോഴും ഇക്വേഷൻ എഴുതി ചെക്ക് ചെയ്ത് നോക്കണം. എന്താണെന്നറിയാമോ, ഈ ഇങ്ങേ അറ്റത്തുള്ള 1 കൊടുക്കണം, ഇങ്ങേ അറ്റത്തുള്ള 1 ഈ എക്സിന് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്നാ കിട്ടിയത് എ പ്ലസ് ബി. അത് നേരെ മുകളിലോട്ട് ഇക്വേറ്റ് ചെയ്യുക 5. കണ്ടോ ആ ഇക്വേഷനല്ലേ ഇവിടെ കിട്ടിയേക്കണം നോക്കി. എന്താ ഒന്നുകൂടെ പറയാം, ഇങ്ങേ അറ്റത്തുള്ള 1 കൊടുക്കുക, ഈ അറ്റത്ത് കിടക്കുന്ന ഈ 1 ഈ എക്സിൻ്റെ സ്ഥാനത്ത് കൊടുക്കുക. അപ്പോൾ എ ഇൻറ്റു 1 പ്ലസ് ബി അതെങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യണം, നേരെ മുകളിലോട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടിയത് ശരിയാണെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ ഇതുപോലെ ഒരു ഇക്വേഷനോടെ കണ്ടുപിടിക്കണം. കാരണം നമുക്ക് 2 അൺനോണാണ് ഇവിടെ കിടക്കണത്. അപ്പോൾ 2 ഇക്വേഷൻ വേണം. ഇനി നമ്മൾ അടുത്തത് തീർത്തു. ഇനി നമ്മൾ അടുത്ത ഏത് നമ്പർ അവിടെ പറഞ്ഞേക്കണേ, അറ്റ് എക്സ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ എന്ത് എഴുതണം, ദ ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2. എക്സിന് 2 എന്ന വാല്യൂവിൽ പ്രൂവ് ചെയ്യണം. ദ ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2. അപ്പോൾ എന്ത് എഴുതാം, എഫ് ഓഫ് 2 പ്ലസ് ഈക്വൽ ടു എഫ് ഓഫ് 2 മൈനസ് ഈക്വൽ ടു എഫ് ഓഫ് 2. ഇത് മൂന്നും എങ്ങനെയാവണം, ഫങ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇത് ഈക്വൽ ആവണം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യമേ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതി എഫ് ഓഫ് 2 പ്ലസ് ഈക്വൽ ടു എഫ് ഓഫ് 2 മൈനസ് ഈക്വൽ ടു എഫ് ഓഫ് 2. ഇനി ഇത് ഓരോന്നായിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റി എന്തിനാണ് പ്രൂവ് ചെയ്യേണ്ടത്, 2ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ 2ൽ നിന്ന് ആ 2ൻ്റെ ക്വസ്റ്റ്യൻ്റെ ഫങ്ഷൻ ഒന്നോടെ എടുത്തെഴുതണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്നാ മക്കളെ, എ എക്സ് പ്ലസ് ബി ഈഫ് നമുക്ക് തന്നേക്കണം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2, ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആൻഡ് 7 ഈഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2. ഈ ക്വസ്റ്റിനകത്ത് നമ്മൾ 1 നോക്കേണ്ട ആവശ്യമില്ല, ലെഫ്റ്റിനും റൈറ്റിനും ഇത് നോക്കണം, ഇവിടെ നോക്കണം. നമുക്കറിയാം 2 എന്ന നമ്പർ എടുത്തു, 2ൻ്റെ ലെഫ്റ്റിലോട്ട് പോകുന്നവരും ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് സൈഡിലേക്ക് പോകുന്നത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഇനി ഇവിടെ വരുന്നത് ഈക്വൽ. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റിനകത്ത് എന്താണ്, എക്സിൻ്റെ വാല്യൂ 2വിനേക്കാൾ കുറവെന്ന് പറഞ്ഞാൽ ലെഫ്റ്റാണ്. അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തി ലെഫ്റ്റ്. എക്സിൻ്റെ വാല്യൂ 2വിനേക്കാൾ, ഈ എക്സിൻ്റെ വാല്യൂ 2വിനേക്കാൾ കൂടി വരും, അതെന്താണ്, റൈറ്റ് ആണ്. റൈറ്റ് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഈക്വൽ ഉണ്ട്. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഈക്വൽ ആണെങ്കിൽ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് ഒരെണ്ണം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് എടുക്കാം. അപ്പോൾ ലെഫ്റ്റിൻ്റെ ഫോർമുല എഴുതി എഫ് ഓഫ് എ മൈനസ്, എന്താ ഫോർമുല നമ്മൾ പഠിച്ചത്, ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. അവിടെ എയുടെ സ്ഥാനത്ത് ഏത് നമ്പറാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്, 2ലാണ്. അപ്പോൾ എക്ക് ഏത് കൊടുക്കണം, 2 എന്ന നമ്പർ കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്ത് വരും, എഫ് ഓഫ് 2 മൈനസ്, അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻഡ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് എഫ് ഓഫ് എക്സ് എഴുതി, ഇവിടെ എയുടെ സ്ഥാനത്ത് 2 മൈനസ് കൊടുത്തു, ഇവിടെ എയുടെ സ്ഥാനത്ത് നമ്മൾ 2 മൈനസ് കൊടുത്തു. ഇനി നമ്മൾ ഈ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ അവിടെ നിന്ന് എടുത്തെഴുതുക, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ് ടു 2 മൈനസ്, ഇതിന് നേരെ കിടക്കുന്ന വാല്യൂ ഏതാ, എ എസ് പ്ലസ് ബി ആ അല്ലേ. ആ എ എസ് പ്ലസ് ബി നമ്മൾ അങ്ങനെ തന്നെ ഇറക്കി എഴുതി, എ എസ് പ്ലസ് ബി എഴുതി. ഇനി എക്സിന് നമ്മൾ എന്ത് കൊടുക്കാം, ഈ 2 കൊടുക്കണം. മൈനസ് ലെഫ്റ്റിലേക്ക് പോകുന്നു എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം, ഒരിക്കലും -2 കൊടുക്കരുത്, 2 മാത്രമേ കൊടുക്കാൻ പോലും. അപ്പോൾ ഈ ഒരു നമ്പറിൻ്റെ ഇപ്പറേ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. പക്ഷേ മുകളിൽ എഴുതുന്ന ഒരിക്കലും സൈൻ വേണ്ട, അത് ലെഫ്റ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായി നോക്കിയേ, എ ഇൻറ്റു ഈ എക്സിന് സ്ഥാനത്ത് 2 വന്നു, 2 ഈ പ്ലസ് ബി അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ നമ്മുടെ ആൻസറായി 2a പ്ലസ് ബി ആയി. ഇനി നമ്മൾ ഒരെണ്ണം കാണണം, ഈക്വാളിറ്റി അവിടെ കാണേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും 2 എണ്ണം ഉണ്ടെങ്കിൽ അതിന് നേരെ ഒരെണ്ണം മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇനി റൈറ്റിൻ്റെ ഫോർമുല എന്താ, എഫ് ഓഫ് എ പ്ലസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്. ഇവിടെ എയുടെ സ്ഥാനത്ത് 2 പ്ലസ്, അപ്പോൾ നമ്മൾ വെറുതെ എഴുതിയാൽ മതി 7, വേറെ ഒന്നും ചെയ്യേണ്ട. ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഈ ഫോർമുല എഴുതുക, ഈ എയുടെ സ്ഥാനത്ത് 2 പ്ലസ് കൊടുക്കുക, നേരെ 7 എഴുതുക. ഇനി നമുക്കറിയാം ഇത് രണ്ടും കണ്ടിന്യൂസ് ആണെന്ന് എഴുതി വെച്ചേക്കുക അല്ലേ. അപ്പോൾ നമുക്ക് therefore എന്ത് കൊടുക്കാം, ഈ 2a പ്ലസ് ബി ഈക്വൽ ടു 7 ഇക്വേഷൻ നമ്പർ 2. നമ്മുടെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഇങ്ങേ അറ്റത്തുള്ള 1 കൊടുത്ത് മുകളിലോട്ട് ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എയുടെ വാല്യൂ കിട്ടി, ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഇങ്ങേ അറ്റത്തുള്ള ഏറ്റവും അറ്റത്ത് കിടക്കുന്ന 2 കൊടുത്ത് ഈ 2 നേരെ ഇക്വേഷനിലേക്ക് കൊടുക്കുക. അപ്പോൾ 2a പ്ലസ് ബി എന്നിട്ട് താഴോട്ട് ഇക്വേറ്റ് ചെയ്യുക. അതേ കറക്റ്റ് അല്ലേ നോക്കിയേ.
അപ്പോൾ നമ്മൾ ഇക്വേഷൻ കിട്ടി, നമ്മുടെ ആൻസർ ഒന്ന് ശരിയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഏതാണ്? ആദ്യം കിട്ടിയത് a+b = 5, രണ്ടാമത് കിട്ടിയത് 2a + b = 7. ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഈ 2 ഇക്വേഷനും കൂടെ നോക്കിക്കേ, രണ്ടും കൂടെ സിംപ്ലിഫൈ ചെയ്യാം അല്ലേ? ഈ ഇക്വേഷനിൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഇതിനകത്ത് നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -a ആയി, ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് 0 ആയി. 5 - 7 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു -2. അതായത് ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ ഡിഫറൻസ് എടുക്കണം. അങ്ങനെ ഡിഫറൻസ് എടുക്കുമ്പോൾ ഇത് പ്ലസ് ആണ്, ഇത് പ്ലസ് ആണ്. അപ്പോൾ രണ്ടും ഒരുപോലെ വന്നത് നമ്മൾ ക്യാൻസലായി പോകും, 0 ആയി പോകും. നിന്ന് 2a പോയാൽ എന്തായി? -a ആയി. കാരണം ഇത് പോസിറ്റീവ് വലിയ നമ്പർ, ഇത് ചെറിയ നമ്പർ. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കണം അല്ലേ? അപ്പോൾ നമുക്ക് -a. ഈ 5 - 7 എന്ന് പറഞ്ഞാൽ ഓൾറെഡി -2 ആയി. ഈ മൈനസ്, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -a = -2. ഈ മൈനസ് ക്യാൻസലായി പോയി. അപ്പോൾ therefore a = 2. ഇനി ഇത് എന്ത് കൊടുക്കണം? ഈ എയുടെ വാല്യൂ നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കണം. ഫ്രം 1 കൊടുക്കുക, ഫ്രം 1. അപ്പോൾ നമുക്ക് എന്നാ കിട്ടിയ? a + b = 5. ഈ എയുടെ വാല്യൂ ഇവിടെ കൊടുക്കുമ്പോൾ എന്താവും? 2 + b = 5. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏതാ? ബി. ആ ബി അവിടെ നിർത്തി കഴിയുമ്പോൾ ഇത് നേരെ ഇപ്പുറത്തേക്ക് പോകും. അപ്പോൾ എന്തായി? 5 - 2 ആൻസർ ഈസ് 3. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂം കിട്ടി, ബിയുടെ വാല്യൂം കിട്ടി. ഇതേ മോഡൽ നമ്മൾ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ ഇതേ സെയിം ക്വസ്റ്റ്യൻ നമ്പർ മാറ്റിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ വീഡിയോയും കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് കാണണം. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതുകൂടാതെ നമ്മുടെ ലെവൽ 1 ക്വസ്റ്റ്യൻസ് ആണ്. ലെവൽ 2 നമ്മുടെ ടെസ്റ്റ് എക്സർസൈസിലെ ഓരോ പ്രോബ്ലവും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ.